ബിഗ് ബോസിലുണ്ടായിരുന്ന വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദിസ് ടെലിഗ്രാം ചാനൽസ്. വൃത്തികെട്ട കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾ. ടെലിഗ്രാമിൽ നടക്കുന്ന കുൽസിത അധോലോകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്ത കുറേ ഡാറ്റാസ്. ഇതിനു മുമ്പ് ഞാനാണെങ്കിലും ഈഗിളാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മുടെ പോലീസ് സിസ്റ്റം ഇതിന് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്താണെങ്കിലും വേദലക്ഷ്മി എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ഫസ്റ്റ് പോർഷൻ ഓഫ് ദിസ് കണ്ടൻറ്റ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം വേദലക്ഷ്മി പറഞ്ഞു വെച്ച ആ സ്ഥലത്ത് നിന്ന് ഞാൻ കുറച്ചധികം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാം. എനിക്കൊരു വ്യക്തി പ്രൈവറ്റായിട്ടൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പോസ്റ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചധികം ഇൻഫർമേഷൻസ് ഹീസ് എക്സ്പോസിങ് ദിസ് ടെലിഗ്രാം കുൽസിത ചാനലുകൾ. സോ അതിലെന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഭീഷണികൾ എങ്ങനെയൊക്കെ, അങ്ങനത്തെ പലവിധ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഓക്കെ, അത് കേൾക്കുമ്പോഴും അതിൽ പറയുന്ന കോണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇത് കുട്ടികളടക്കമുള്ളവർ മനസ്സിലാക്കണം, അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാവർക്കും നിങ്ങൾ മാക്സിമം, ഞാനങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയാറില്ല. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേദലക്ഷ്മി തുടങ്ങി വെച്ച കാര്യങ്ങൾ ആദ്യം നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള കുറച്ച് അധികം മോർ ഇൻഫർമേഷൻസ് ഓൺ ദിസ് ടോപ്പിക്. ഞാൻ കണ്ടെത്തിയ കേരളത്തിലെ ടെലിഗ്രാം പോൺ മാഫിയ എങ്ങനെയാണ് സ്ത്രീകളെയും യുവതലമുറയും ചൂഷണം ചെയ്ത് വിൽപ്പന ചരക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലൗഡ് ഡെമോ മോഡൽസ്. മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഈ ചാനൽ ഒരു ഫ്രീ ആക്സസ് ചാനലാണ്. പക്ഷേ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടേ അഡ്മിൻസ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യത്തുള്ളൂ. മലയാളികളായ 100-ൽ കൂടുതൽ സെലിബ്രിറ്റീസ്, മോഡൽസ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സ്, എക്സ് BB കോണ്ടസ്റ്റന്റ്സ് എന്നിവരുടെ അർത്ഥനഗ്നമായ 1000-ൽ കൂടുതൽ ഫോട്ടോസും 600-ൽ പരം ഷോർട്ട് വീഡിയോസും ഷെയർ ചെയ്യപ്പെട്ട ഈ ചാനലിൽ 1700-ൽ കൂടുതൽ മെമ്പേഴ്സ് ആണ് നിലവിലുള്ളത്. ഈ ചാനൽ വഴിയാണ് ഇവരുടെ പെയ്ഡ് ചാനലിന്റെ പ്രൊമോഷൻസും മാർക്കറ്റിംഗും നടക്കുന്നത്. അടുത്തത് റോയൽ ആക്സസ്. ഇത് ഈ മാഫിയയുടെ ഫസ്റ്റ് പെയ്ഡ് എൻട്രി ലെവൽ ചാനലാണ്. മുമ്പ് ഞാൻ പറഞ്ഞ 100ഓളം സെലിബ്രിറ്റീസുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫുൾ ലെങ്ത് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉള്ള ഒരു ചാനലാണിത്. 8000-ഓളം ഫോട്ടോസും 3000-ഓളം വീഡിയോസും ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് റേറ്റ് 499 രൂപയാണ്. 350-ൽ കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൈം ആക്സസ്. 350ഓളം മെമ്പേഴ്സ് ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് ഫീ 499 രൂപയാണ്. നമ്മുടെ നാട് ഒരു പോൺ ഹബായി മാറി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അതായത് 100% പോൺ വീഡിയോസ്. അടുത്തത് ഏർലി ആക്സസ്. ഈ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇതിനകത്തെ കോണ്ടന്റ്സ് കാണുമ്പോഴത്തേക്കുമായിരുന്നു. കാരണം ഇതിലുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ 12,000ഓളം ഫോട്ടോസും 4,000ഓളം വീഡിയോസും ആണ്. അതും അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്നൊക്കെ ഡയറക്ട്ലി ലീക്ക് ചെയ്ത ടൈപ്പ് ഫോട്ടോസ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് അവരെവിടെയും പോസ്റ്റ് ചെയ്തതോ അല്ലാതെ സർക്കുലേറ്റ് ചെയ്തതോ അല്ല. ആരോ അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്ന് തന്നെ ലീക്ക് ചെയ്തിരിക്കുന്ന. ഇത് കണ്ടിട്ട് ആ ഒരു മൊമെന്റ് എനിക്ക് തന്നെ നമ്മുടെ ഫോണൊക്കെ തന്നെ സുരക്ഷിതമാണോ എന്നുള്ളത് ആലോചിച്ചിട്ട് പേടി വന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. അടുത്തതായി ഏർലി കോർ ആക്സസ്. ഈ ചാനലിന്റെ അഡ്മിൻ തന്നെ പറയുന്നുണ്ട് ഇതിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന്. അഥവാ അങ്ങനെ പോയാൽ തന്നെ പോസ്റ്റ് ചെയ്ത അഡ്മിനും കാണുന്ന മെമ്പേഴ്സിനും പ്രശ്നമാകും എന്ന്. നമ്മൾ സാധാരണയായി കാണുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളെ നിർബന്ധിച്ച് ചൂഷണം ചെയ്ത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഇതിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആണ് ഫസ്റ്റ് വേദലക്ഷ്മി ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു തുടങ്ങുന്നതും അതിനെ കുറച്ച് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡീറ്റെയിലുകൾ പറഞ്ഞു തരുന്നതും. ഇത് ഇപ്പോൾ കാണുന്നവരും ഇത് ആക്സസ് ചെയ്യുന്നവരും ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും, എൻ്റെ വ്യൂവർഷിപ്പിലുണ്ടാവും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അറിഞ്ഞിട്ട് തന്നെയാണ്, അറിയാതെ ഞാൻ പറയുന്നില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ വലിയൊരു ദുരന്തം ഇവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായി പലരുടെയും ജീവൻ പോയതിൻ്റെ, ജീവിതം തൊലഞ്ഞതിൻ്റെ ഒരു ഭാഗമായി നിങ്ങളും കയറിക്കൂടുകയാണ് ഇതിനകത്തേക്ക്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു തരം ത്രൈവ് ഉണ്ടാവും. അതായത് ഒരു ഓക്കെ നമുക്ക് 2 തുണ്ട് കാണാം, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണാം എന്നുള്ള രീതിക്കൊക്കെ കയറി അതിൽ നിന്നൊരു സംതൃപ്തി ഉണ്ടാക്കാൻ കയറുന്നവരാണെങ്കിൽ ലേറ്റർ ഓൺ ഇതിലേക്കൊരു അഡിക്ഷൻ വരും. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റേ സ്നിക്കേഴ്സിൻ്റെ പരസ്യം പോലെ, ഈ വിശപ്പ് വന്നാൽ നിങ്ങളല്ലാതാവും എന്ന് പറഞ്ഞ പോലെ, അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളല്ലാതാവും. നിങ്ങൾ തന്നെ നാളെ എന്ത് ചെയ്യും, നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളതും അപ്പുറത്തെ വീട്ടിലെ ചേച്ചീൻ്റെതും റോട്ടിൽ കൂടി നടന്നു പോകുന്നവരുടെയും
ഇതൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഹൈഡ് ചെയ്ത് ക്യാമറ വെച്ച് ഫോണിൽ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് ഈ ചാനലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ വിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ഇടും. അതിലേക്ക് നിങ്ങളെ എത്തിക്കും ഇതിൻ്റെ അഡ്മിൻസ്. അവിടെയാണ് ഇതിൻ്റെ ഗെയിം നടക്കുന്നത്. ആ ഗെയിം എന്താ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ കുറച്ചാണ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ വേദലക്ഷ്മി ഇതിൻ്റെ പിന്നാലെ പോയി ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇതിലൊരു വ്യക്തിയായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. ഫൈനലി ഞാൻ കണ്ടെത്തിയ ടെലിഗ്രാം മാഫിയയുടെ പിന്നിലുള്ള ആളുടെ ശബ്ദം, മൈൻഡ് സെറ്റ്, ഇതൊക്കെ ചെയ്യാനുള്ള ആളുടെ ന്യായീകരണം എന്താണെന്നൊന്ന് കേൾക്കാം. എത്ര ടീനേജേഴ്സ് ആണ് ഈ കോണ്ടന്റ് ഇട്ടത് വഴി വഴി തെറ്റുന്ന വല്ല ബോധമുണ്ടോ? എന്തോരോ ആൾക്കാര് വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാനത് ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കുകയോ കാര്യങ്ങളോ അല്ല. ഞാൻ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയി. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് വാങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം. അതായത് ഈ മോഡൽസിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നീട് പൈസ തികയാണ്ടായപ്പോ പൈസ ഇല്ലാണ്ടായപ്പോ, അതായത് പല മോഡൽസും വലിയ എമൗണ്ടിന് 4000, 3000, 4000 ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങണു. അപ്പൊ എല്ലാരും കൂടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊന്ന് കണ്ടു എല്ലാരും കൂടെ ആ ഗ്രൂപ്പിലേക്ക് ഒരുമിച്ചിടുമ്പോ അങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയി. സത്യം പറഞ്ഞത് സെക്സ്വൽ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് പെട്ടുപോയതാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണത്തരവാദിത്വം ഞാനല്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ലീക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും എനിക്ക് ലീക്ക് ചെയ്യാനുള്ള ആക്സസോ കാര്യങ്ങളും ഇല്ല. ലീക്ക് ചെയ്യുന്നത് ഇതിനേക്കാളും വലിയ മാഡം, ഇത് പൈസക്ക് അല്ലാണ്ട് ചെയ്യുന്ന വലിയ സൈക്കോപാത്തുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ അവർക്ക് അവരുടെ സുഖം എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഷെയറിങ്ങും കാര്യങ്ങളുമാണ്. അല്ലാണ്ട് അവർക്ക് പൈസയും കാര്യങ്ങളല്ല. അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയിട്ട് ഞാൻ അങ്ങനെ പിന്നെ അടുത്ത സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട്, മോഡൽ എടുത്ത് എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഞാൻ അടുത്ത പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് എന്നിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അന്ന് മാഡം എന്നോട് ഒരു കാര്യം ചോദിച്ചു, നിന്റെ ആ ഗ്രൂപ്പിൽ നീ ഇങ്ങനെ ഇട്ടിട്ടില്ലേ, വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇതാക്കാൻ പാടില്ല. അത് ഇട്ടെന്ന് പറഞ്ഞാല് ഈ ജിപ്സം എന്ന് പറയുന്ന അവരുടെയൊക്കെ ലൈവ് അത്ര പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരു 24, 25 ആൾക്കാർക്കൊക്കെ. അത് കാരണം അവർ ലൈവ് പോസ്റ്റ് ചെയ്യുന്നത് 3000, 2000 ാണ് ഒറ്റ ലൈവിന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ചാർജ് ഇടാൻ അത്ര ആളുണ്ടാവില്ല. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ആ വീഡിയോ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ 24 ആൾക്കാരെ പൊക്കിയാൽ അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോർ ഗ്രൂപ്പിൽ ഇട്ടത്. ഇത് അഡ്മിൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും പ്രശ്നമാണ്. അങ്ങനെ ഞാൻ പല എമൗണ്ട് യൂസ് ചെയ്തതും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയോണ്ട് പിന്നെയും മോഡൽസ് ആൾക്കാര് പുതിയ എക്സ്ക്ലൂസീവ് ഞാൻ ഇട്ടിട്ടുണ്ട് വാച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ പല ഇതിലും ഇടുമ്പോൾ നമ്മൾ അതിൽ കയറി പോകുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അല്ലാതെ ഞാൻ ആ ഒരാളുടെ ഇതെടുത്തിട്ട് ഇതാക്കാനോ ഒരാളുടെ ലൈഫ് നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടോ ചെയ്തതല്ല. പണത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ലൈഫ് തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം സൈക്കോപാത്തുകളുടെ കൂട്ടായ്മ കൂടെയാണ് ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകൾ. മോർഫിംഗ് കോണ്ടന്റ്സും ലീക്ക് കോണ്ടന്റ്സും മാത്രമല്ല, ലൈവിലും എക്സ്ക്ലൂസീവ് കോണ്ടന്റ്സിലും വന്ന് പണത്തിന് വേണ്ടി സ്വയം പ്രദർശന വസ്തുവായി മാറുന്ന സ്ത്രീകളും ഉണ്ട്. ടീനേജേഴ്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇതെല്ലാം കണ്ട് വഴിതെറ്റുന്നത്. ഈ നെറ്റ്വർക്കിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഞാൻ കണ്ടെത്തിയ ആൾ. കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു ടെലിഗ്രാം പോൺ മാഫിയ തന്നെ ഉണ്ടെന്നാണ് ഇയാളിലൂടെ അറിയാൻ സാധിച്ചത്. എന്റെ ലിമിറ്റേഷൻസ് വെച്ച് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇത്രയും മാത്രമാണ്. നമ്മുടെ ഗവൺമെന്റോ ഒഫീഷ്യൽസോ വിചാരിച്ചാൽ ഈ മാഫിയ 100% ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും നടക്കാൻ പോകുന്നില്ല. വേദലക്ഷ്മിയോ സീക്രട്ട് ഏജന്റോ അല്ലെങ്കിൽ നാളെ ഒരു ഈഗിളോ വേറെ ആരും ഇതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാലും നോ യൂസ്. സിസ്റ്റം ഇറങ്ങി തിരിക്കുമോ? ഇല്ല. പോലീസും വരില്ല, നിയമവും വരില്ല, രാഷ്ട്രീയക്കാരും വരില്ല, ആരും വരാൻ പോകുന്നില്ല. എത്ര ഗവൺമെൻറ് മാറിയാലും, ഏതൊക്കെ മുഖ്യമന്ത്രി വന്നാലും, ഏതൊക്കെ ആഭ്യന്തരമന്ത്രി വന്നാലും ഇവിടുത്തെ ഈ മാഫിയ ആയിട്ട് തന്നെ നിൽക്കും. കാരണം ഇതിൻ്റെ പിന്നിൽ ഒഴുകുന്നത് ഡ്രഗ് മണിയാണ്. യെസ്, ഡ്രഗ് മണി. നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലൂടെ നടക്കുന്നത് ലഹരി കച്ചവടമാണ്. 15, 25 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, അതിനിടയിൽ പ്രായമുള്ള കുട്ടികളെ ആദ്യം ഇങ്ങനത്തെ അശ്ലീല വീഡിയോസിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അശ്ലീല വീഡിയോസിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്തതിന് ശേഷം അവരിലേക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞ ലഹരിയുടെ രസമാണ്. ലഹരി വിൽപ്പനയാണ്. പല രീതിയിലാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ ഞെട്ടിക്കും. പല വീടുകളിലും പല കുട്ടികളും പില്ല്, ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് അവരുടെ വീട്ടിലെ സ്ത്രീകളെ, അമ്മയാവാം പെങ്ങളാവാം ഹൂവർ, ഉറക്കിക്കിടത്തി അവരുടെ പ്രൈവറ്റ് ഫോട്ടോ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലുകൾ വരെ ഇവിടെ ആക്റ്റീവാണ് നമ്മുടെ ഈ നാട്ടിൽ മലയാളികളുടെ ഇടയിൽ. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. ഇറ്റ് ഈസ് ദെയർ.
കണ്ടുപിടിക്കാൻ പറ്റുമോ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട്? ഇവിടുത്തെ സൈബർ ഡോം, ഇവിടുത്തെ സൈബർ സിസ്റ്റം ഇതിന് പിന്നാലെ പോവോ? നോ, പോവില്ല. 2 കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഏറ്റവും കൂടുതൽ ലഹരി മാഫിയ ആക്സസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ ടാർഗറ്റ് ചെയ്ത് വല വെച്ച് പിടിക്കുന്നതും കുട്ടികളെ ഈ ഗ്രൂപ്പുകളിൽ നിന്നാണ് 1. 2, ഇതിനൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വേറെ ഉണ്ട്. അവിടെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ വേറെ പല രീതിക്കും യൂസ് ചെയ്യുന്നുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ പല വമ്പന്മാരും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ആരും എവിടെയും നിർത്തിക്കാനും പോകുന്നില്ല, ഇതിന് പിന്നാലും പോകാനും പോകുന്നില്ല. നോ സിസ്റ്റം വിൽ ഗോ ബിഹൈൻഡ് ഇറ്റ്. അതാണ് അവരുടെ ധൈര്യം, ചെയ്യുന്നവരുടെ. പിന്നെ കോൾ ഔട്ട് ചെയ്യുന്ന എന്നെപ്പോലെ, ലക്ഷ്മിയെ പോലെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലുള്ളവരെയൊക്കെ മേ ബി അവർക്ക് സ്കെച്ച് ചെയ്യാനാണെങ്കിൽ സ്കെച്ചും ചെയ്യാം. കാരണം നാളെ ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വീഡിയോ വെച്ചിട്ട് അവർക്ക് മോർഫ് ചെയ്യാം, എൻ്റെ ഒരു ഫോട്ടോ വീഡിയോ വെച്ചിട്ട് അവർക്ക് മോർഫ് ചെയ്യാം, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു ഫോട്ടോ വീഡിയോ വെച്ചിട്ട് അവർക്ക് മോർഫ് ചെയ്യാം. അത് പൊതുസമൂഹത്തിലേക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ചാനലിലൂടെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടൊക്കെ അവർക്ക് ഇടാം. അതിനടിയിൽ പോയിട്ടും അത് ആണ് ഫേക്ക് ആണെന്ന് അറിഞ്ഞാൽ പോലും അവിടെ ചെന്ന് കമൻറ്റ് ചെയ്യാൻ ഇവിടെ ആളുകളുണ്ടാവും. ഇല്ലെങ്കിൽ കമൻറ്റ് തൊഴിലാളികൾ വരെ ഇവരെ കയ്യിൽ റെഡിയാണ്. സീരിയസ്ലി മുന്നോട്ടുള്ള ഓഡിയോസിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു വ്യക്തി, ആ വ്യക്തി കുറച്ചധികം കാലമായിട്ട് ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ പിന്നാലെ പോയി കളക്ട് ചെയ്ത ഡാറ്റാസാണ്. അതിനകത്താണ് ഞെട്ടിക്കുന്ന ഡീറ്റെയിലുകൾ പറയാൻ പോകുന്നത്. നിങ്ങൾ പലരും ഇപ്പോൾ കുറേ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോസിന് വീഡിയോസിൻ്റെ ഇടയിൽ വളരെ വൾഗറായിട്ടുള്ള കമൻറ്റുകൾ വരുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കമൻറ്റുകൾ വരെ വരുന്നത് ഇങ്ങനത്തെ പല ടെലിഗ്രാം ബോട്ട് ചാനലുകളിലും ഈ ലിങ്ക് കൊണ്ടുപോയി ഇടുമ്പോൾ അവിടെ നിന്ന് കൺവേർട്ടായി വരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പ്ലീസ്, ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെലഗ്രാമിൽ ഓരോ തോന്നിവാസം കാണിക്കുന്ന ഗ്രൂപ്പുകളെ എക്സ്പോസ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഗ്രൂപ്പ് കാൻഡിഡ് എന്ന് പറഞ്ഞത് ഈഗിൾ ഗെയിമിംഗ് ഇതിനു മുമ്പ് എക്സ്പോസ് ചെയ്ത ഒരു കാര്യമാണ് കാൻഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കാൻഡിഡ് ഗ്രൂപ്പ്സിന്റെ ഫോട്ടോസ് ഞാനിവിടെ പ്രൂഫിന് വേണ്ടി ഞാനിവിടെ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ കാൻഡിഡിന്റെ തന്നെ വേറൊരു വേർഷനാണ് നെയ്ബർ സ്പൈ. ഇവരുടെ ജനലിലൂടെ എന്ത് ചെയ്യും, അപ്പുറത്തെ വീട്ടിലുള്ള ആന്റിമാർ ചേച്ചിമാർ എന്താ ചെയ്യണമെന്നുള്ളതിന്റെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അവരലക്കുമ്പോൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അവരുടെ കുളിമുറി എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്തിയെടുക്കുക. കാൻഡിഡേറ്റ് തന്നെ വന്നൊരു വിഭാഗക്കാരാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ വീട്ടുകാരിക്കുമ്പോൾ ജനലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടി എടുക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. അടുത്തത് ഗൂഗിൾ ഡ്രൈവ് എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ, കോളേജിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഓണം സെലിബ്രേഷൻസ് നടക്കുമ്പോൾ, ഫെസ്റ്റ് നടക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ പല പരിപാടികൾക്ക് ഈ ക്യാമറാമാൻ ആൾക്കാരും വരുമല്ലോ. അപ്പൊ അവർ ഈ എടുത്തിരുന്ന ഫോട്ടോ ഐദർ അവരല്ലെങ്കിൽ ഇത് കോളേജ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഫോട്ടോസ് എല്ലാം കിട്ടാൻ വേണ്ടി. അവിടെ നിന്നോ ഇവരെന്ത് ആ ലിങ്ക് എടുത്തിട്ട് ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്നില്ലെങ്കിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫോട്ടോസ് എന്ന് വെച്ചാൽ റോ ഫോട്ടോസ് ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവും കൂടുതലും. എന്ന് വെച്ചാൽ ഇവര് റാൻഡംലി ക്ലിക്ക് ചെയ്യണ എല്ലാ ഫോട്ടോസും അതിന്റെ അകത്ത് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ വൾഗാർ ഫോട്ടോസ് ഉണ്ടാവും, എല്ലാത്ത നോർമൽ ഫോട്ടോസ് ഉണ്ടാവും, ഡ്രസ്സ് തെറ്റിയ ഫോട്ടോസ് ഉണ്ടാവും. അങ്ങനെ ആ ഫോട്ടോസ് കോളേജുകളുടെ ഓണ സെലിബ്രേഷൻ നടത്തുന്ന ആൾക്കാരുടെയും ഈ ക്യാമറാമാൻമാർ വന്നെടുത്ത് ഫോട്ടോ ഗൂഗിൾ ഡ്രൈവിലിട്ട് അത് ആ ലിങ്ക് ഇവര് പരസ്പരം സെല്ല് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ, പല പല ഗ്രൂപ്പുകൾ പല പല പേരുകളിലൊക്കെയാണ്. പക്ഷെ ഇത് വരുന്ന റൂട്ട് നിങ്ങൾ നോക്ക്. നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി, ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തൊരു കോളേജിലോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു ഇവൻറ്റ്. ഈ ഇവൻറ്റിൻ്റെ ഫോട്ടോസിൽ നിന്ന് വരെ നിങ്ങളുടെ ഓക്വേർഡായിട്ടുള്ള ഫോട്ടോസ് ലീക്ക് ചെയ്ത് അത് വിൽപ്പനച്ചരക്കായിട്ട് ടെലിഗ്രാമിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് തരം സൈക്കോസിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കണത് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യണ്ടേ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു ട്രസ്റ്റാണല്ലോ എല്ലാം, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ മതിൽക്കെട്ടിനുള്ളിലാണ്, ഞാൻ സേഫാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് സേഫ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. കാരണം അപ്പുറത്തെ വീട്ടിലെ ജനലിൻ്റെ ഉള്ളിൽ കൂടി വേറൊരു തന്നെ ക്യാമറ സൂം ചെയ്ത് വരുന്നുണ്ടാവും. ആൻഡ് ആ എടുത്ത വിഷ്വൽസ് ടെലിഗ്രാമിൽ വിറ്റിട്ടുണ്ടാവും. നമ്മളെങ്ങനെ ജീവിക്കുന്നു പറ? ഇവിടുത്തെ സിസ്റ്റം നമുക്ക് എന്ത് തന്നെ സെക്യൂരിറ്റിയാണ് തരുന്നത്? ടാക്സ് അടയ്ക്കുന്നുണ്ട്, അധ്വാനിക്കുന്ന പൈസയുടെ നല്ലൊരു പങ്കും പോകുന്നത് നമ്മുടെ ഫെസിലിറ്റികൾ ഇമ്പ്രൂവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റാണ് നമ്മളെ ഇന്ന് വാങ്ങുന്നത്. എന്ത് സെക്യൂരിറ്റി തരുന്നു, എന്ത് ഇമ്പ്രൂവ്മെൻ്റ് അവർ നമുക്ക് തരുന്നു? സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ നാട് എന്ന് പറയുന്നത് ദുരന്തമാണ്, ദുരന്തം. ഒരു സൈബർ സെക്യൂരിറ്റി നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നില്ല. നാളെ നമ്മളൊരു കേസായി, ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ഓക്വേർഡ് ഫോട്ടോ വീഡിയോ എവിടുന്നെങ്കിലും പ്രചരിക്കുന്നു, ഇഫ് ഇറ്റ്സ് എൻ AI ഓർ നോട്ട് റിയലാന്ന് തന്നെ വെച്ചോ, പോയി പറയുമ്പോൾ നമ്മളെ കളിയാക്കി വിടുന്ന ഒരു തരം പോലീസ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്.
അല്ലാതെ അതിൻ്റെ ബാക്കിൽ ആര്, അതെങ്ങനെ വന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ പോലും അറിയാതെ എൻ്റെ വിഷ്വൽസ് ഒരാളെടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വെച്ചിട്ട് ആരും മോർഫ് ചെയ്തു, വെച്ച് ക്രിയേറ്റ് ചെയ്തു, അവരാദ്യം നമ്മളെ കളിയാക്കും. ഇതാണ് ഇത്രയും സംഭവിക്കും. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ ആരെയും എങ്ങനെയെന്നൊന്നും കണ്ടുപിടിക്കാൻ ഒരു കഴിവോ കെൽപ്പോ ഇല്ലാത്ത ഒരു തരം സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരും സേഫല്ല. ഓക്കെ, ബാക്കി കേൾക്കാം. ഓക്കെ, ഇനി ടെലഗ്രാമിൽ ഏറ്റവും സീനായിട്ടുള്ള ഗ്രൂപ്പുകളെ പറഞ്ഞുതരാം. ഒന്ന് ഇൻസെറ്റ്സും പിന്നെ ഒന്നും കക്കോൾഡ് എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. അവര് മെയിനായിട്ട് ഈ കക്കോൾ എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട്, ഈ ഗേൾ ഫ്രണ്ടിന് ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ ഹോട്ട് ന്യൂഡിറ്റി അങ്ങനെ ഇടുക, അല്ലെങ്കിൽ എക്സിന്റെ ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ വൈഫിന്റെ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയത്, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന വേറെ ബന്ധങ്ങളിലെ പെൺപിള്ളേരുടെ ഫോട്ടോസ് ഇടുക, വീഡിയോസ് ഇടുക, അത് ഷെയർ ചെയ്യുക, അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അതിൽ പ്രഷർ കണ്ടെത്തുന്ന ഒരാൾക്കാരാണ് ഈ കക്കോൾ എന്ന് പറയുന്നത്. അതിനിപ്പോ അവർക്ക് ചവറോല ഗ്രൂപ്പ് നമുക്കുണ്ട്, അവരാണ് മെയിൻ ത്രെഡ്സ്. ഓക്കെ, ഇനി ഇതാണ് ഈ കക്കോൾഡ് എന്ന് പറയുന്നത്. ഇനി ഇൻസെന്റ് എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോസ് ഉള്ളവര്. ഓക്കെ, വീട്ടുകാരുടെ ന്യൂഡിറ്റി, വീട്ടുകാരുടെ അമ്മയുടെ ന്യൂഡിറ്റി, പെങ്ങളുടെ ന്യൂഡിറ്റി, കസിൻസിന്റെ ന്യൂഡിറ്റി, ഹോട്ട് നൈറ്റിലുള്ള ഫോട്ടോ, നൈറ്റിന്റെ അടിയിൽ കൂടിയുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഇടുന്നവരാണ് ഈ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പല സ്ക്രീൻഷോട്ടുകളും ഈ വ്യക്തി ഷെയർ ചെയ്ത വീഡിയോയിൽ വെക്കാൻ കാരണം ഇതൊരു ഇൻഫർമേഷനാണ്. ഇത് ഇൻഫർമേഷനായിട്ട് തന്നെ എടുക്കണം. ഓക്കെ, കാരണം ഇങ്ങനെയൊക്കെ കാണിച്ച് തന്നാലേ ഇതിലൊരു അവയർനെസ് ക്രിയേറ്റ് ആവൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനും ഇതൊന്നും ബ്ലർ ചെയ്യാതെ വെക്കുന്നത്. ഫൈൻ, ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്, എന്തൊക്കെ രീതിയിലുള്ള പൊസിഷൻസ് നിന്നാണ് ഇവരെ ക്യാമറാസ് പോകുന്നത്. എടി, നമ്മൾ പേടിക്കുന്നത് നമ്മളെ പുറത്ത് അല്ലെങ്കിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നു, പുറത്തുള്ള ആരെങ്കിലും നമ്മളെ ഇല്ലാതാക്കാൻ നിൽക്കുന്നു എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ വീട്ടിനകത്ത് പറയുന്നില്ല, വീട്ടിനകത്തുനിന്ന് തന്നെ ആ അവസ്ഥയിലേക്ക് ഇവരെങ്ങനെ എത്തുന്നു എന്നും കൂടിയുണ്ട്. ബിക്കോസ് ഈ 12 വയസ്സ് മുതൽ അങ്ങോട്ട്, ഒരു 14 വയസ്സ് മുതലൊക്കെ അങ്ങോട്ട് കുട്ടികളെ ഇവർ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യും. അവരുടെ ഒരു തരം ഒന്നാമത്തെ വിഷയം ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. ഇവിടെ മര്യാദയ്ക്ക് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ഇതിനോട് എന്തോ ഒരു ത്രൈവാണ്, അതായത് ഇതറിയണം, എങ്ങനെയാണെന്നോ, ലൈക്ക് ഒരു തരം എക്സൈറ്റ്മെൻ്റ് ആണ് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ. അത് ഇവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അത് റോങ് രീതിയിൽ ഇവരെന്ത് ചെയ്യും, അവർ ക്രാഫ്റ്റ് ചെയ്തെടുക്കും. ഇതൊക്കെയാണ് ഇതാണ് സെക്സ്, ഇതാണ് ഇങ്ങനെയാണിത്, ഈ രീതിക്കാണ്. നോ, പ്രോപ്പറായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്ത ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ഈ വാക്ക് സെക്സ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒരുമാതിരി ബാൻഡായ പോലെയാണ്. 4 ആളുടെ ഇടയിൽ പറയാൻ പറ്റില്ല, 10 പേരുടെ ഇടയിൽ ഉണ്ടാകാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ 12ഉം 14ഉം വയസ്സുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെ ടാർഗറ്റ് ചെയ്തെടുക്കുന്ന കുട്ടികളിലേക്ക് ഇവർ മെല്ലെ ഇഞ്ചക്ട് ചെയ്യുന്നത് എന്താ, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളാണ്. അമ്മേൻ്റെ അയക്കി, പെങ്ങളുടെ അയക്കി, മുഖം വെക്കണ്ട, അങ്ങനെ ഇങ്ങനെ ഇത് അയച്ചു കൊടുക്കുന്നവരെ നാളെ ഇവർ ത്രട്ടനും ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് അയപ്പിക്കും. മെല്ലെ മെല്ലെ അവരെ ലഹരിയിലേക്ക് കൊണ്ടുവരും. പിന്നെ ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതാവും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴല്ലോ സത്യത്തിൽ പേടിയാവണം എങ്ങനെ ജീവിക്കുന്നുള്ളത് ആലോചിച്ചിട്ട്. അത്രയും എന്താ പറയുക, ഫെയിൽഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനകത്ത് ജീവിച്ചു പോവാണ് മലയാളികൾ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ, നമ്പർ 1. ഏത് നല്ല നമ്പർ 1 ട്രാപ്പ് ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇവര് നമ്മൾ ഇപ്പൊ കക്കോൾ അല്ലെങ്കിൽ ഈ കക്കോൾ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗക്കാർ ഗേൾഫ്രണ്ടിന്റെയും വൈഫിന്റെയും യൂണിറ്റി ഒക്കെ ഇടുന്നത് ഒരു ബോട്ട് ത്രൂ ആയിരിക്കും. ഓക്കെ, ഈ ബോട്ട് ത്രൂ ഗ്രൂപ്പിലേക്ക് ആയിരിക്കും ഇടുന്നത് അനോണിമസ് ആയിട്ട്. ഇത് നേരെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോട്ടിലേക്ക് നമ്മൾ ഈ ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് നേരെ അനോണിമസ് ആയിട്ട് നമ്മൾ ഈ മെയിൻ ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. മിക്ക സിനാരിയോ നടക്കണമെന്ന് വെച്ചാൽ പെൺപിള്ളേർ തലയില്ലാത്ത ഫോട്ടോ എടുക്കണം. ഓക്കെ, അപ്പോൾ ആർക്കറിയില്ലല്ലോ തലയില്ലാത്ത ഫോട്ടോസ്, ന്യൂഡിറ്റി ആയിട്ടുള്ള തലയില്ലാത്ത ഫോട്ടോസ്, ഹോട്ട് ഫോട്ടോസ് ഒക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവർ ഈ ഫേസ് ഉള്ള ഫോട്ടോസ്, ഏത് മര്യാദക്കുള്ള ഫേസ് ഉള്ള ഫോട്ടോസ് ഇവരിടും. ലൈക്ക് ഈ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇടും. അപ്പൊ എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ആരും അറിയുന്നില്ല, പക്ഷെ ഇവർക്ക് ആ ഒരു പ്രഷറും കിട്ടും. ഇതാണ് ഇവരുടെ പ്രഷർ ഗെയിം. ഇതാണ് ഇവര് എല്ലാരും കാണുന്നു, പക്ഷെ ആർക്കും മനസ്സിലാവണമില്ല ഇവളുടെ ന്യൂഡിറ്റി അതിന്റെ അകത്ത് ഉണ്ടെന്നുള്ളൊരു പ്രഷറിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ ഇതിലെന്താ പറ്റണ എന്ന് വെച്ചാല് ഇതില് ഈ ബോട്ടിലേക്ക് ഇടുമ്പോ ഈ ഫോട്ടോസ് പോണത് 2 സൈഡിലേക്കാണ്. ഒന്നാമത് ഇതാണ് ആർക്കും അറിയില്ല, ഇടണവർക്കും അറിയില്ല, ഇവർ പെട്ടുപോണത്. ഇത് ട്രാപ്പ് ഗെയിം ആണ്. ഓക്കെ, ഇവരുടെ വിചാരം ഇവരിത് ഇടുമ്പോൾ നേരെ ഗ്രൂപ്പിൽ ഇടും, തീരും. അത് ഒരു 10 മിനിറ്റ് ഗ്രൂപ്പിന്റെ ടൈമർ, അത് കഴിഞ്ഞാൽ തീരും എന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു ട്രാപ്പ് ഗെയിമാണ്.
ഇത് നമ്മ ആ ഒരു ബോട്ടിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഇത് നേരെ ഇതിലേക്കും പോകും, അനോണിമസ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്കും പോകും, വേറെ അഡ്മിൻസിന്റെ കയ്യിലേക്ക് സെപ്പറേറ്റഡ് ആയിട്ട് പോകും. അപ്പൊ എന്താ നടക്കണം എന്താന്ന് വെച്ചാല് ഈ അനോണിമസ് ഗ്രൂപ്പിൽ അറിയാൻ പറ്റില്ല ആരുടെ ന്യൂഡിറ്റിയാണ് ആരുടെയാണ് ഫോട്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഈ അഡ്മിൻസിനെ കറക്റ്റ് അറിയാൻ പറ്റും ആരാണ് ഇത് അപ്ലോഡ് ചെയ്തത്, ആരുടെ ന്യൂഡിറ്റിയൊക്കെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അഡ്മിൻസിന് കറക്റ്റും ക്ലിയർ ആയിട്ട് ഇത് കിട്ടും. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് ഐദർ ഇപ്പൊ ഇതിൽ തന്നെ അല്ലെങ്കിൽ വേറൊരു സൈഡ് വേറൊരു ഗ്രൂപ്പിൽ ഇത് കൊണ്ടുപോയിട്ട് ഇവർ പെയ്ഡ് ആയിട്ട് വിൽക്കും. ഇതാണ് ഒരു വേ ഓഫ് ഇൻകം അഡ്മിൻസ് ജനറേറ്റ് ചെയ്യണത്. ഇതിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഇവർക്ക് കിട്ടുന്ന ന്യൂഡിറ്റി ഇവരെന്ത് ചെയ്യും, റെയർ പ്രീമിയം മല്ലു ന്യൂഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവർ വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പെയ്ഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഇവർ ഇത് നല്ല പൈസക്ക് വിൽക്കും. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിരിക്കും, മനസ്സിലായോ? ഇത് ട്രാപ്പ് ചെയ്യാനാണ്. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അഡ്മിൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കും തന്നെ അഡ്മിന്റെ കുറെ പേര് ഈ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ടാവും. അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് കിട്ടിയ ന്യൂസ് എടുത്തിട്ട് പറയും എന്റെ പെങ്ങളാണ്, എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, എന്റെ ഇതാണ്, എന്റെ വൈഫാണ്, എന്റെ എക്സാന്ന് പറഞ്ഞിട്ട് ഓരോ ന്യൂഡിറ്റി കൊണ്ടുവന്നിടും. അപ്പൊ കാണുന്നവർ വിചാരിക്കും ഓക്കെ ഇതിൽ സേഫ് ആണ്, ഈ ഗ്രൂപ്പിൽ ഇരുന്ന സേഫ് ആണ്, കുഴപ്പമില്ല, നോർമലൈസ്. അങ്ങനെ കണ്ട് ഇത് നോർമലൈസ് ആയിട്ടാണ് ബാക്കിയുള്ളവരെ അറിയാണ്ട് പുഷ് ചെയ്യണത്. യെസ്, അവിടെയാണ് അതിൻ്റെ ഡേഞ്ചർ കിടക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു വേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഒരു ബോട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അതിൻ്റെ അഡ്മിൻസിന് നിങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള സാധനം നിങ്ങളെ ഇട്ട് കൊടുത്ത പോലെ ആയിപ്പോയി മക്കളെ. ചെയ്യാൻ പാടില്ല. ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് നൗ. ബിക്കോസ് നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളെ ചുറ്റുപാടുള്ളവരാണ്, അവരുടെ മാനമാണ്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇത് വളരെ നോർമലൈസ് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് ഒരു 12-14 വയസ്സുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു 10 അങ്ങനെ ഒരു 10-20 വയസ്സുള്ളൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഇതിങ്ങനെ കാണുകയാണ്. ഇതിങ്ങനെ വരികയാണ്. അതായത് വരുന്നത് ഏതെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒന്നും അല്ല. ഒരുത്തം കൊണ്ടുവന്നിടുകയാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ പെങ്ങളാണ്, ഇതെൻ്റെ ഭാര്യയാണ്. ഇങ്ങനെ അവരുടെ സ്വന്തം ആൾക്കാർ തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടിട്ടിട്ട് ഇതൊരു നോർമൽ സാധനമാണ്. അവൻ്റെ അമ്മേനെ ഞാൻ കണ്ടു, എൻ്റെ പെങ്ങളത് ഞാൻ കണ്ടു. ഇതിങ്ങനെ വളരെ നോർമലൈസ് ചെയ്ത് ഇവരുടെ മെൻറ്റാലിറ്റിയും മൈൻഡും മെല്ലെ ഇവർ മാറ്റും. എന്നിട്ട് സംസാരിക്കും, നീ ഇട്, മുഖം കാണിക്കണ്ട, നീ അപ്ലോഡ് ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്, നീ അങ്ങനെ ചെയ്യ്. അങ്ങനെ ഇതിനോടുള്ള ഒരു തരം അഫിനിറ്റി കൂടിയിട്ട്, ഇതിനോടുള്ള ഒരു തരം ആകാംക്ഷ കൂടിയിട്ട് ഞാനും മാസമാവണം അല്ലെങ്കിൽ ഞാനും 2 ഇട്ടേന്ന് വിചാരിച്ചിട്ടാവും പലരും ഇത് ഇട്ട് തുടങ്ങുന്നത്. അവിടെയാണ് മറ്റേ ഡേഞ്ചർ നടക്കുന്നത്. ഏത് ഇതിൻ്റെ അനോണിമസ് ഗ്രൂപ്പിലേക്ക് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ തലവെട്ടി ബ്ലർ ചെയ്ത് വിട്ട സാധനങ്ങളായിരിക്കും. പക്ഷേ ഇതിൻ്റെ അഡ്മിൻസിൻ്റെ കയ്യിൽ നിങ്ങൾ ഒറിജിനലായിട്ട് അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ കാണും. അത് വെച്ച് ഇവന്മാർ ഭീഷണി കൊടുക്കും. അങ്ങനെ കുട്ടികളെ അവർ ട്രാപ്പാക്കും. കുട്ടികളെ നല്ല വലിയവർ ഏകദേശം ഇവരത് ചെയ്യും. പക്ഷേ കുട്ടികളൊന്നും കൂടി ഈസി ആയിട്ട് ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഇവരെ ട്രാപ്പ് ഗെയിം നടക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ബാക്കി കേൾക്കാം. ഇവര് ഈ ഫോട്ടോ കിട്ടുമ്പോ സെല്ലിയല് മാത്രമല്ല ചെയ്യണത്. ഇവര് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അഡ്മിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ് എടുത്തിട്ട് ഈ ഓരോ ആൾക്കാരെ ബ്ലാക്ക് മെയിലും ചെയ്യുന്നുണ്ട്. ആ ബ്ലാക്ക് മെയിൽ ചെയ്യണത് ഐദർ അവർക്ക് കൂടുതൽ ഈ പെണ്ണിന്റെ ഫോട്ടോസ് കിട്ടാനോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഫോട്ടോസ് കൊടുക്കാനോ. ഭയങ്കര ഫ്രണ്ട്ലി ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവര് ബ്ലാക്ക് മെയിൽ ചെയ്യണത് ലൈക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇതൊന്നും പുറത്തൊന്നും വരുന്നില്ല, നീ പേടിക്കണ്ട, നീ ചെയ്യണമെന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല, നീ ഇട്, വെറുതെ ഞങ്ങൾ ബാഡാക്കരുത്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകും, ഞങ്ങൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം, വെറുതെ നീ ആയിട്ട് ഞങ്ങൾ അത് ഇതാക്കരുത്, ഇതാവുമ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നിർത്തും പോകും എന്നുള്ള സീനിൽ എന്ത് ചെയ്യും, ഇത് ഈ യൂസേഴ്സിനെ, ഈ അപ്ലോഡ് ചെയ്യണ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇവര് മെയിൻലി ബ്ലാക്ക് മെയിൽ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ചെറിയ പിള്ളേരുണ്ട് ഇതിന്റെ അകത്ത്, ഈ 15 വയസ്സുള്ള 22-23 വയസ്സുള്ള പിള്ളേരുണ്ട് ഇതിന്റെ അകത്ത്. ഇവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവര് മെയിൻലി ബ്ലാക്ക് മെയിലിംഗിലേക്ക്. അതിലേക്ക് എനിക്ക് കൂടുതൽ തെളിവില്ല, എന്റെ കൂടുതൽ എവിഡൻസ് ഇല്ല, എനിക്ക് അതിലേക്ക് എത്താനും വിചാരിക്കണത് ഇതല്ല, അത് എത്താൻ അവരെന്നെ ടാർഗറ്റ് ചെയ്ത് വരാണ്ട് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു ഫേസ് മാത്രമാണ്. ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, അച്ഛനമ്മമാർ, അതായത് പാരൻസ്, കുട്ടികളുള്ള പാരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ മക്കളുമായിട്ട് സംസാരിക്കണം. ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടോ? അതൊരു തെറ്റുകുറ്റോ അവരെ ചീത്ത പറഞ്ഞിട്ടോ ആവരുത് ഒരിക്കലും. വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരെ ഇരുത്തി ചോദിക്കുക. ഏതെങ്കിലും രീതിയിൽ ഇതേപോലെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഇനീഷ്യേറ്റ് ചെയ്യാൻ അവരെ പുഷ് ചെയ്യുന്നുണ്ടോ, അവരെന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വളരെ ക്ലീനായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ? കാരണം ഇത് ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഒരു ഗ്രോത്തും ഇതിൻ്റെ ഒരു
ഒരു ഇൻറ്റൻസിറ്റി കപ്പാസിറ്റി ഒക്കെ ഉള്ളത്. നമ്മളൊക്കെ ചിലപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നവർ വരെ, ചെറിയ കുട്ടികളടക്കമുള്ളവർ ചിലപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഇവരെന്താ പറയുക, ഒരു പരിധി കഴിഞ്ഞാൽ സ്ലിപ്പാവും. കാരണം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഞാനും പെട്ടുപോയി. ഇനി പെട്ടതിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറേ അങ്ങോട്ട് ഈ കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട്. കാശുണ്ടാക്കാൻ പറ്റുന്നതെന്ന് എങ്ങാനും ഇവർക്ക് മനസ്സിലായി പോയാൽ കുട്ടികൾക്ക്, അവരിനി വേറെ രീതിയിൽ ഇതെങ്ങനെയാണോ അവർ വെച്ച് ബാക്കിയുള്ളവർ ചെയ്ത് ആ രീതിയിൽ ഇവരും എന്ത് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതിങ്ങനെ ഒന്ന് വിട്ട് അടുത്ത ആൾക്ക് ഇങ്ങനെ ബാറ്റിന് കൈമാറി പോകുന്ന പോലെ ഈ സാധനം പോകും. ചുറ്റുപാടുള്ളവരൊന്നും സേഫ് അല്ലാത്ത അവസ്ഥയ്ക്ക് മാറും. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി കുട്ടികളോട് സംസാരിക്കുക. ഇങ്ങനത്തെ സീനുകളോ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ബോട്ടുകളിലും ചാനലുകളിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു ആക്സസിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, വളരെ ഫ്രണ്ട്ലി ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ആക്ച്വലി വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട് പില്ല്. ഈ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട് വീട്ടുകാരെ കിടത്തി ഉറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ നമ്മുടെ ടാർഗറ്റഡ് പേഴ്സൺ, ആ പേഴ്സണ് ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുത്ത് ഉറക്കി ഇങ്ങനെ വീഡിയോസ് എടുക്കണം. അവർ പോലും അറിയില്ല അവർ ഈ സ്ലീപ്പിംഗ് പില്ല് അയച്ചിട്ടുള്ള സീനാണെന്നുള്ളത്. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കണതിന്റെ ഇത് കുറച്ച് കൂടി വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ള അഡ്മിൻസും ഇതിന്റെ അകത്തുള്ള വേറെ ടീമുകളും ഈ പിൽസ് ഇതിൽ ത്രൂ സെല് ചെയ്യുന്നുണ്ട്. ഇതിൽ ത്രൂ സെല് ചെയ്യാനും ഇതിങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളും കാര്യങ്ങളും എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കണ എന്ന് പറയണമെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ഇവര് വളർന്നു വരുമ്പോ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻലി വീട്ടുകാരുടെ ഫോട്ടോസ്, ഈ ഇൻസിഡൻസ്, ഈ അങ്ങനത്തെ അവരുടെ ഈ ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങൾ മേടിക്കുക. ഈ പില്ലുകൾ യൂസ് ചെയ്ത ആൾക്കാരെ കിടത്തി ഉറക്കി മയക്കിയിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും നടക്കും. ചില കേസുകൾ സൈബറിൽ പോകുമ്പോൾ, ഇതിപ്പോൾ പോയ പോലീസുകാർ പറഞ്ഞല്ല, ചില ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച സിറ്റുവേഷൻസിലൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഫോട്ടോ വീഡിയോ നിങ്ങൾ ലീക്കായി എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളറിയാതെ എങ്ങനെ ലീക്കായി? അവർ പറയാൻ അറിയില്ല, എങ്ങനെ ലീക്കായി എന്നൊരു പിടുത്തവും ഇല്ല. അപ്പോൾ ചോദിക്കും ബോയ് ഫ്രണ്ടാണോ ഹസ്ബൻഡാണോ, നമ്മൾ ചോദിക്കുമല്ലോ. അല്ല എന്ന് പറയും. കാരണം അവർക്ക് അത്രയും ഉറപ്പാണ് ഇവരൊന്നും ആയിരിക്കില്ല എന്നുള്ളത്. ചെയ്യില്ല, കാരണം സ്വന്തം എങ്ങനെ ചെയ്യുന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു സംശയം തോന്നുന്നത്, സ്വന്തം വീട്ടിനകത്തുനിന്ന് അവർ പോലും അറിയാതെ അവരുടെ ഇങ്ങനത്തെ ഓക്വേർഡ് സാധനങ്ങൾ ലീക്കായിട്ടുണ്ട്, അതേ അല്ല ഒറിജിനലാണെന്നുണ്ടെങ്കിൽ ആലോചിക്ക്. ഈ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഇവർ ഉറക്ക ഗുളിക വരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിന്? ഉറക്കി കിടത്തിയിട്ട് നീ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട്. കൊള്ളാം കളികൾ. ഇതുപോലെ തന്നെ ഇവർ ഈ ഫോട്ടോസ് കൂടുതൽ കളക്ട് ചെയ്യണതിൽ വേറൊരു ഗെയിമും കൂടി ഉണ്ട് ഈ അഡ്മിൻസ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് വേറൊരു ഇൻസ്റ്റാഗ്രാം ഐഡി തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ ഈ പൈസ ഉള്ള ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്ത് അവരായിട്ട് ഈ ന്യൂഡിറ്റി ഒക്കെ ഷെയർ ചെയ്ത് ഒരു ഹണി ട്രാപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭീഷണിപ്പെടുത്തി പൈസ ചോദിക്കുന്നവരുണ്ട്. അതിലും എനിക്ക് പ്രൂഫില്ല, പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ആ ഗ്രൂപ്പിൽ കയറി കുറച്ച് നാൾ നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിൻസിനെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നമുക്ക് അഡ്മിൻസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാര്യം ഇപ്പൊ ഫുള്ളി ഓട്ടോമേറ്റഡ്. ഈ യൂസ് ചെയ്യണവർക്ക് ഇതിൽ ഫോട്ടോസ് ഇടുന്നവർക്ക് പോലും അറിയില്ല ഇതിൽ എത്രത്തോളം ഡേഞ്ചർ ഉണ്ട്, ഇതിൽ എത്രത്തോളം ട്രാപ്പ് ഉണ്ട്, ഇവരെങ്ങനെയാണ് ഇതിൽ പെടണത്. ഇവർക്കൊന്നും അറിയില്ല ഇവർ പെടണുണ്ടാ പെടൂലേ, ഒരു കുന്തും അറിയാണ്ട് ഇത് നോർമലാണ് ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇതിൽ തുടങ്ങുന്നത്. വൺസ് ഇതിലേക്ക് കയറിക്കാൻ ഇവർ പെട്ട്. കാര്യം ഇതിലെ യൂസേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് പ്രൂഫ് വെക്കാം. അഡ്മിൻസ് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന് വേണ്ടി എഫേർട്ട് ഇടുന്ന കുറഞ്ഞ സമയമാണ് 5 മണിക്കൂർ, ഒരു ദിവസം 2 ദിവസം എന്നുള്ളത്. ഇവർ ഇത്ര എഫേർട്ട് ഇടുന്ന എന്തിനാണ്? വെറുതെ നമുക്ക് എല്ലാവർക്കും പ്ലഷർ കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഈ എഫേർട്ട് ഇടണമെന്നാണ് നിങ്ങളുടെ വിചാരം? അതുകൂടാണ്ട് അവർ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ബോട്ടുകൾ ഇവര് എടുത്ത് ഈ ഗ്രൂപ്പിൽ വെച്ചേക്കണെന്ന് വെച്ചാൽ IP അഡ്രസ് കിട്ടാതിരിക്കാൻ, ഓട്ടോമേറ്റഡ് ആയിട്ട് എല്ലാം ഓടാൻ വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വെച്ചേക്കണ ബോട്ട് ഇവർ പെയ്ഡ് ആയിട്ടാണ് എടുക്കണം. എക്സ്പെൻസീവ് ആണ്. എന്തിനു ഇവർ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം? അതിനെപ്പറ്റി ആരും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഐദർ ഇതിൽ പെട്ടവർ ഇതിനെപ്പറ്റി പറയാൻ റെഡിയോ അല്ല, ഇതിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഈ പെടാമോണിനെ പറ്റി അറിയണമില്ല. ഈ ഒരു ബ്ലാക്ക് മെയിൽ കാരണം ഒരു പക്ഷേ എനിക്ക് പ്രൂഫില്ല, ഒരു പക്ഷേ പല രീതിയിലുള്ള ഇൻസിഡൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും. കാര്യം ഇപ്പൊ ഞാൻ റീസെന്റ് ഉണ്ടായ ചാറ്റും ഇതിനു മുമ്പ് ഞാൻ കുറെ പേരായിട്ട് ഉണ്ടായ കോൺവെർസേഷൻ വെച്ചിട്ട് എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ലൈക്ക് അവർ പെട്ട് എന്ന് തോന്നിക്കാനാൽ അവർ ഏത് എക്സ്റ്റെന്റിലും ലൈക്ക് ഇവർക്ക് ഈ റിയാലിറ്റി എസ്കേപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ്. എന്ത് വേണമെങ്കിലും അവർ ചെയ്തേക്കാം, എങ്ങനെ വേണമെങ്കിലും അവർ ഈ റിയാലിറ്റി എൻഡ് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിലും ചിലപ്പോൾ അവർ ചൂസ് ചെയ്യും. മെയിൻ ആയിട്ട് ഇവർ എയിം ചെയ്യണത് ഈ 15 വയസ്സോ 23 വയസ്സുള്ള ആൾക്കാരാണ്. അതിന്റെ മേളിലേക്കുള്ളവരൊന്നും ഇവരെ എയിം ചെയ്യില്ല. കാര്യം ബാക്കി ഈ ചെറിയ പിള്ളേരെ പെട്ടെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എളുപ്പമാണ്, അവരെ പൂട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവരെ പിടിക്കുന്നത്. മേളിലുള്ളവരുടെ ഫോട്ടോസ്, കിട്ടുന്ന ഫോട്ടോസ് ഇവർ നേരെ സെല് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇതിൽ ഇടുന്ന ഫോട്ടോസ് വേറൊരു രീതിയിൽ ഈ 15 വയസ്സോ 22 വയസ്സോ ഇവരെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. ഇത്രയും പ്രായമുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോസ് വേറൊരു ഫോം വെച്ചെടുത്തിട്ട് ഇവരെന്ത് സെല്ല് ഗ്രൂപ്പിൽ ഇട്ടിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. ഇത് ഇവർക്ക് എന്തിനു പൈസക്ക് വേണ്ടി. അങ്ങനെയും ഒരു കൂട്ടം പിള്ളേർ ഇതിന്റെ അകത്ത് കിടന്നിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ചില ഫേക്ക് പ്രൊഫൈലുകൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഒറിജിനലായിരിക്കും. ഓക്കെ,
അവരയക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി, ഒരു ജെനുവിൻ പ്രൊഫൈലിൻ്റെ ഫീൽ തരും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ എനിക്ക് ഈ സംഗതി പെട്ടെന്ന് കണക്റ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. കുറേ അധികം വീഡിയോസ് ചെയ്യുമ്പോൾ കുറേ അധികം ശത്രുക്കളുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് സ്ത്രീകളുടെ പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇരുന്ന് കുൽസിത അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിലതൊക്കെ നിരന്തരം പിടിതരാത്ത രീതിയിൽ അയച്ചുകൊണ്ടിരിക്കും ഇവർ. അപ്പം ഞാൻ തന്നെ ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഇതെന്ത് ഇതിന് ഒരു വഴിക്കും നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മൾ മെനക്കെട്ട് ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ഇഞ്ച് എവിടെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീർത്തിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ചില പ്രൊഫൈലുകൾ ഞെട്ടിക്കാറുണ്ട്, കാരണം ഭയങ്കര ഒറിജിനലായിരിക്കും, ജെനുവിൻ പ്രൊഫൈൽ പോലെ തോന്നും. അപ്പോൾ ഇപ്പം ഇതല്ലേ കഥ, ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി ചുരണ്ടി കൊണ്ടുവന്ന് ഇപ്പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് വെച്ച് വേറൊരാളെ ട്രാപ്പിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഹെവി ഗെയിം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതൊക്കെ രീതിയിലാണ് ഇതിൽ കാശുണ്ടാക്കുന്നത്. ഒരു അഡ്മിൻ 4-5 മണിക്കൂർ ഇതിന് കഷ്ടപ്പെട്ട് ബോട്ട് വാങ്ങി കാശ് മുടക്കി ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഈ സാധനം എടുത്ത് വിൽക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്നുണ്ട്, പല രീതിയിലുള്ള പരിപാടികളാണ് നടത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ. കുട്ടികൾ ഉപയോഗിക്കുന്നു, സ്ത്രീകളുടെ അമ്മ പെങ്ങന്മാരുടെ ഫോട്ടോസ് വീഡിയോസ് ഉപയോഗിക്കുന്നു, ചെറിയ കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്നു. ഏതൊക്കെ തരത്തിലാണ് ഞാൻ സത്യത്തിൽ എഗെയിൻ ഞാൻ പറയുകയാണ്, ഇവിടുത്തെ സൈബർ സിസ്റ്റം അറിഞ്ഞ് പ്രവർത്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കളികളൊക്കെ. വെരി അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കാത്തടത്തോളം കാലം എത്രയോ ആൾക്കാരുടെ ജീവിതം പോയിട്ടുണ്ട്, ഇനിയും പോവാൻ നിൽക്കുന്നവരുമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു അവയർനെസ് പോലെ ഇതൊക്കെ പറയാനല്ലേ പറ്റൂ, വീഡിയോ ചെയ്യാനല്ലേ പറ്റൂ. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ നമുക്കെതിരെ അറ്റാക്കാണ്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ ആ മോഡൽസ് ദുബായിൽ നിന്ന് ഒരു ഷോ നടത്തിയിട്ട് അത് വിഷയമായി, അവിടുത്തെ മറ്റേ ഫാഷൻ ഷോ മാഫിയേൻ്റെ സാധനം പറഞ്ഞിട്ട് ഇപ്പോൾ 1-2 ദിവസമായിട്ട് എന്നെ കൊച്ചിയിൽ നിന്ന് 2-3 ടീം വിളിക്കുകയാണ്, സായി നീ കൊച്ചിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, നിനക്കെതിരെ ഭയങ്കര ഗൂഢാലോചന നടക്കുന്നുണ്ട്, നിൻ്റെ വണ്ടിയിൽ പലതരത്തിലുള്ള ലഹരി നീ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകുമ്പോൾ എല്ലാ വണ്ടിയിൽ എവിടെയെങ്കിലും തിരികെ വെച്ചിട്ട് അത് വിളിച്ച് അപ്പുറത്ത് പറഞ്ഞ് നിന്നെ പിടിപ്പിക്കണം. അതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പ്രൊഫൈലിൽ നിന്ന് ജെനുവിൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ, നിന്നെ പൈസ കൊടുത്ത് ഹണി ട്രാപ്പ് പെടുത്താൻ വേണ്ടിയിട്ട് നിനക്ക് മെസ്സേജ് അയപ്പിക്കും. പല രീതിയിലാണ് ഈ ഗുണ്ടകളൊക്കെ നമുക്കെതിരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഗുണ്ടകളും അല്ലാത്തവരും രാഷ്ട്രീയക്കാരും വിളിച്ച് പറയുന്നവനാണ് തെറ്റുകാരൻ. എന്താ വിളിച്ചു പറയേണ്ട അവസ്ഥ വരുന്നത്? ഇങ്ങനൊരു കോണ്ടൻ്റൊക്കെ ചെയ്ത് പുറത്ത് ഈ നിയമത്തിൻ്റെ ഈ ദുരവസ്ഥ നമുക്ക് പറയേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ നിയമം ഒന്നും ചെയ്യുന്നില്ല, സിസ്റ്റം ഒന്നും ചെയ്യുന്നില്ല, പോലീസുകാരൊന്നും ചെയ്യുന്നില്ല, സൈബർ ഡോം ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയേണ്ട ഗതികേടുണ്ടായി. ലാസ്റ്റ് പോർഷൻ കൂടി. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാനുള്ള ഈ ഇടയായിട്ട് ഇൻസ്റ്റാ കമന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ സാധാരണ പെൺപിള്ളേരുടെ ഫോട്ടോസിലൊക്കെ പോയിട്ട് ഭയങ്കര വൾഗാരിറ്റിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അത് എവിടെ നിന്ന് വന്നെന്നറിയോ? അൺനോൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇവന്മാർ ഓടി എല്ലാവരും കൂടി വന്ന് ഇവിടെ കുറ്റിയടിച്ച് കമന്റ് അടിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ടെലഗ്രാം ഗ്രൂപ്പ്സിന് നല്ലൊരു പങ്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ അകത്ത് ഇട്ടിട്ട് പ്രൊഫൈലും കൂടി മെൻഷൻ ചെയ്തിടും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടി ഓടി വന്നിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി ആ ഗ്രൂപ്പിലിട്ട് അവരാധിക്കും. അപ്പൊ എന്റെ ഫോട്ടോസും കാര്യങ്ങളും ഇട്ടിട്ട് ഇതാക്കും. അത് കൂടാണ്ട് ഇവർ വന്നിട്ട് എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അതിനിടയിൽ ഡെയർ കൊടുക്കണം, നീ പോയിട്ട് ഇങ്ങനെ പറ, നീ പോയിട്ട് ഇങ്ങനെ പറ, വളരെ അത് കണ്ടില്ല ഇതിനെപ്പറ്റി പറയാന്ന്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈ കാര്യം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഈ ഒരു കാര്യം ഓൾമോസ്റ്റ് എല്ലായിടത്തും എഫക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്കാരായ പോലും നമുക്കിപ്പോ കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് കമന്റ് ഇടണം എന്നുള്ളത്. നേരെ അവരെ പോയിട്ട് അവരുടെ ഫോൺ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഇതിലും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് റീസെൻ്റ്ലി ഒരുപാട് പേര് പ്രശ്നം പറയുന്നത് അവരുടെ കമൻറ്റ് ബോക്സിനകത്ത് അവർ ഇനി എത്ര നല്ല ഫോട്ടോ വീഡിയോ ഇട്ടാലും അതിനകത്ത് വന്നിട്ട് കുറേ വൾഗർ കമൻറ്റ്സ്, വെള്ളം ഇതാക്കുന്നത്, മറ്റേത് മറിച്ചത്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഡബിൾ മീനിങ് അടിച്ച സാധനങ്ങളടക്കം ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹിറ്റ് അടക്കം കുറേ സാധനങ്ങൾ വരാറുണ്ട്. എങ്ങനെ വരുന്നു എവിടുന്ന് വരുന്നു ഉള്ളതിനെ കുറിച്ച് ഐഡിയ ഇല്ല. ഞങ്ങളങ്ങനെ എക്സ്പോസ് ചെയ്ത വീഡിയോ ചെയ്യാത്തവരാണ്, ഞങ്ങളങ്ങനെ ചെയ്യാത്തവരാന്നൊക്കെ പറയൂ അവർക്ക് തന്നെ അറിയില്ലത് എവിടുന്ന് വരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ വീഡിയോസും നിങ്ങളെ പ്രൊഫൈലും നോക്കിയിരിക്കുന്നവർ അതിലൊരു കോണ്ടൻറ്റ് വന്നാൽ എടുത്ത് നേരെ കൊണ്ടുപോയി ഇടുന്നത് ഈ ടെലിഗ്രാം ബോട്ടിലേക്കും ഈ ചാനലിലേക്കുമാണ്. അവിടുന്ന് ഇതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ വരികയാണ്. പിന്നെ ഡെയർ കൊടുക്കുകയാണ്, നീ അവളുടെ വീഡിയോയിൽ പോയിട്ട് ഇന്ന കമൻ്റ് ഇട്. അപ്പോൾ വേറെ ഒരുത്തൻ ആ ഡെയർ അപ്പുറത്ത് പോയി ചെയ്യുന്നു, അവൻ തിരിച്ചു വരുന്നു, എന്നിട്ട് ഇപ്പുറത്ത് പിന്നെ ഡെയർ കൊടുക്കുന്നു, ഇവൻ പോയി. നിങ്ങൾക്കൊരു ക്ലൂവും കിട്ടില്ല, ഒരു ക്ലൂവും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ പറന്നിട്ട വീഡിയോ ആയിരിക്കും, പക്ഷെ അതിനടിയിലും വന്നിട്ടുണ്ടാവും വെള്ളം പോണതും ഇതൊക്കെ ആയിട്ട്. മനസ്സിലായോ? ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഈ അറ്റാക്ക് നടക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് ഇവിടെ ഈ ശരീരം
നമ്മൾ പോലും അറിയാതെ നമ്മളെ ശരീരങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത് പലരും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഞാൻ. ഇതൊക്കെ നമ്മളെ ചുറ്റുപാടിലും നടക്കുന്നുണ്ട്. ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് വളരെ അധികം സ്പീഡാണ്. ഇതിലൂടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നു, ലഹരിയിലേക്ക് അവർ അടിമകളാകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു വിഷയം ഇവിടെ നടക്കുമ്പോൾ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇതിനെക്കുറിച്ച് അവെയറായിട്ട് നോളജുള്ള പോലീസുകാരും ഇല്ല, രാഷ്ട്രീയക്കാരും ഇല്ല. നമ്മളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നുള്ള രീതിക്ക് അതൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ തലയിലേക്ക് എത്തും ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിയാൽ ഞാൻ പറയാം. ഉണ്ട് കുറച്ചധികം ഇനിയും ബാക്കിയുണ്ട്. ആരെങ്കിലും ഇതിന് പിന്നാലെ വരുമോ നോക്കട്ടെ. അല്ലാതെ ചുമ്മാ ഞാനിതിട്ട് പോയിട്ട് എന്തിനാ വെറുതെ നാട്ടുകാരിന്ന് ഞാൻ അപ്പോൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. കുറേ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കെന്താണ് ഈ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കൊല്ലും തല്ലും, മറ്റേ പൊതി വെച്ച് പിടിപ്പിക്കും, പെണ്ണുങ്ങളെ കൊണ്ട് ഹണി ട്രാപ്പ് ചെയ്യിക്കും, ഫേക്ക് കേസ് കൊടുപ്പിക്കുന്ന പറഞ്ഞ ഭീഷണി നമുക്കാണ്. കമൻറ്റ് ബോക്സിൽ കൈയടിക്കാനും വർത്തമാനം പറയാനൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാം. നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? ഏജൻറ്റ് വന്ന എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ പറയും. ഇല്ല ഒന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി. കുറച്ച് സെൽഫിഷ് ആവണമല്ലോ നമ്മൾ. കാരണം ലാസ്റ്റ് കേസ് ഇപ്പോൾ അങ്ങനെ ഉണ്ടായത്. ഏത് ഈ ഫാഷൻ ഷോൻ്റെ കേസ് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ത്രട്ടാണ്, ഭീകര ത്രട്ട്. കൊച്ചിയിൽ വന്നാൽ പാക്കറ്റ് വെച്ച് പിടിപ്പിക്കും, മറ്റോരെ കൊണ്ട് പിടിപ്പിക്കും, മറ്റേ പെണ്ണ് കേസിന് പിടിപ്പിക്കും. ചുമ്മാ ഒരു കേസ് ഇട്ടാൽ മതിയല്ലോ ആർക്കെങ്കിലും. വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. കാരണം നമ്മൾ സിനിമ റിവ്യൂ ചെയ്യുന്നവരാണ്. കുറേ ആൾക്കാർ നമ്മളെ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ കുറേ ആൾക്കാരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ കുറിച്ച് സംസാരിച്ചു. എനിക്കെന്നെ അറിയില്ല ഞാൻ ഏതൊക്കെ വിഷയത്തിൽ ആരൊക്കെ കുറിച്ച് സംസാരിച്ചെന്നുള്ളത്, ആർക്കൊക്കെ എന്നോട് ദേഷ്യം ഉണ്ടാവും എന്നുള്ളത്, വൈരാഗ്യം ഉണ്ടാവും എന്നുള്ളത്. ഫേക്ക് കേസാണെങ്കിൽ പോലും ഒരു എവിടെന്നെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നെ തീർക്കാൻ നടക്കുന്നവരുണ്ട് എൻ്റെ ചുറ്റും. എന്നാലും പറയാനുള്ളത് പറയണം. കാരണം അടുത്തൊരു ജനറേഷൻ സേഫ് ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. ഓക്കെ, പല വിഷയങ്ങളും ഞാൻ ചെയ്യുന്നതിൽ പലർക്കും എതിർപ്പുണ്ടാവും. പക്ഷേ ഇതിലൊന്നും നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത് പ്ലീസ്, ദയവ് ചെയ്ത്. കാരണം ഇതൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ എതിർക്കേണ്ടതല്ല, എന്നെ എതിർക്കേണ്ട കാര്യങ്ങളല്ല.